ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയം ചുമന്നുപോം പാളയത്തിൻ പുറം. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 34 സങ്കീർത്തനം 3 വാക്യം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിലും ഉയർത്തുന്നതിലും വിശ്വാസികളെ ഒന്നിച്ചു ചേരുവാൻ ഈ വാക്യം പ്രേരിപ്പിക്കുന്നു. ദൈവത്തോടുള്ള കൂട്ടായ സ്തുതിയുടെയും ആരാധനയുടെയും പ്രാധാന്യം ഈ വാക്യം ഊന്നി പറയുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം അവനെ വലുതായി കണ്ട് അവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക എന്നതിന് ഒരു ഏകീകൃത ആരാധനയെ കാണിക്കുന്നു. വിശ്വാസികൾ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ഐക്യപ്പെടുവാനുള്ള ഒരു ആഹ്വാനം ഈ വാക്യം നൽകുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, സകലത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലനവുമായ ദൈവം, ആ ദൈവത്തെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. അവൻ ഏക സത്യദൈവമാണ്. അവൻ്റെ നാമത്തെ ഈ നാളുകളിൽ നമുക്കൊന്നിച്ച് ഉയർത്താം, പ്രാർത്ഥിക്കാം. അന്യോന്യം ചേർന്നിരുന്ന് ദൈവത്തെ ഉയർത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.